കണ്ടുപിടിക്കാനും എളുപ്പമാണ്. So it's easy to find out when it started. ദൈവം നമ്മെക്കുറിച്ചുള്ള ഏത് കാര്യവും എപ്പോൾ തീർക്കുന്നുവെന്ന് മാത്രമല്ല, എപ്പോൾ തുടങ്ങുന്നുവെന്നും ശ്രദ്ധിക്കുന്ന ആളാണ്. God is someone who does not only look at when we finish something, but also when we start. ഒരു വർഷം കൊണ്ടും പഠിച്ചു തീർക്കാം, അതേ കാര്യം 5 വർഷം കൊണ്ടും പഠിച്ചു തീർക്കാം. We can finish studying in 1 year, or we can even finish it in 5 years. അപ്പം നമ്മുടെ ജീവിതത്തിലെ സമയത്തിന്റെ കാര്യത്തിൽ ദൈവം വളരെ കൺസേൺ ആണ്. So the time with regards to our life is something that God is very concerned about. ഈ പണിതീർത്ത 52 ദിവസം കൊണ്ട് പണിതീർത്ത ഈ വിഭാഗത്തിൽ, ഈ സംഭവത്തിൽ this story where the work was finished in 52 days, 4 കൂട്ടം ആളുകളെയാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. I'd like to look at 4 groups of people. ഒന്നാമത്തെ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ് ഞാൻ. Let's look at the first group of people. 3-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. Chapter 3 verse 1 onwards. Nehemiah chapter 3 verse 1 onwards. Then Elishibib the high priest rose up with his brethren the priest, and they builded the sheep gate and sanctified it and set up the doors of it, even unto the tower of Meah they sanctified it unto the tower of Hananiel. 2-ാമത്തെ വാക്യം കൂടെ വായിക്കാം. And next unto him builded the men of Jericho, the next to them builded Sakur the son of Imri. Thank you. ഈ 3-ാമത്തെ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ തുടർമാനമായിട്ട് ആവർത്തിച്ചു വരുന്ന 2 വാക്കുകളുണ്ട്. When we read chapter 3, there are 2 words that is being repeated over and over again. ഒന്ന് പണിത് തീർത്തു എന്നുള്ള വാക്ക്. First is that they finished the building. രണ്ടാമത് അതിനപ്പുറം എന്നും കാണുന്നുണ്ട്. And the next is the word next unto him. ഞാൻ ചോദ്യമൊന്നും ചോദിക്കാതെ വളരെ സ്പീഡിൽ അങ്ങ് പോവുകയാണ്. Without asking questions, I'm going to move ahead. ഈ ഭാഗം വായിക്കുമ്പോൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, there's something that when we read this part that we have to understand very seriously. ഒരാൾ പണി തീർത്തതിന് ശേഷമാണ്, അതായത് പണിത് തീർത്ത് തൊട്ടടുത്ത ഫാമിലി അടുത്ത കാര്യം പണിതു. Once a person completes finishing, the next family starts the very next thing. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് ലീഡറായിട്ട് ദൈവം നെഹമ്യാവിനെ വെച്ചു. And God places Nehemiah as a leader to oversee all of this. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ സമയം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. What I'm trying to say is, in our family, how should this be emulated? ഇവരെല്ലാവരും പണിത് തുടങ്ങി തീർക്കുകയും ചെയ്തു. They all started the building and they also completed it. നമ്മൾ അനേകർ പലതും തുടങ്ങും, പക്ഷെ പലതും തീർക്കാറില്ല. Many of us start, but we are unable to complete it. കുടുംബജീവിതം തുടങ്ങും, പകുതിയാകുമ്പോൾ ചിന്തിക്കും ഇത് വേണ്ടായിരുന്നു എന്ന്. We start family life, but halfway through we think, oh, this was. പഠിക്കാൻ തുടങ്ങും, പകുതിയാകുമ്പോൾ ചിന്തിക്കും ഈ കോഴ്സ് വേണ്ട, ഇനി അടുത്ത കോഴ്സിന് പോവാം. We start studying, but we think, oh, this is not the right one, let me move to another one. ഒരു ജോലിക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും ഈ ജോലി വേണ്ട, അടുത്ത ജോലിക്ക് പോവാന്ന്. We might go for a job and we think, oh, this is not the right one for me. പക്ഷേ ദൈവഹിതമല്ല എങ്കിൽ, but if it's not God's will, നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാ പിന്മാറുന്നത്. It is on our own will that we move, we backtrack. ചില ജോലികൾ ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല, പിന്മാറുന്നതിൽ കുഴപ്പമില്ല. Some kind of jobs that we do, maybe it's not suited for us and we can change. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. But what God desires of us, we should never move behind from that. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വിന്നേഴ്സ് നെവർ ക്വിറ്റ്, ക്വിറ്റേഴ്സ് നെവർ വിൻ എന്നാണ്. അതായത് വിജയികൾ ആരും പിന്മാറാറില്ല, പിന്മാറുന്നവരാരും വിജയിച്ചിട്ടുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? So what does that mean? ക്രിസ്ത്യാനികൾ, അതായത് ക്രിസ്തുവും ശിഷ്യന്മാരും ഒരിക്കലും ഒരു പ്രോജക്റ്റ് ഓൺ ചെയ്തിട്ട് പിന്മാറിയിട്ടില്ല. What it means is Christ and his followers, disciples, they didn't start a project and never stopped. നമ്മളോ? നമ്മൾ പല പരിപാടികൾ തുടങ്ങും, ഒന്നും പൂർത്തിയാകത്തില്ല. We start a lot of things, but we don't see to completion. ഇവർ തുടങ്ങി തീർത്തു. They started and they finished. ഇനി അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത കാര്യത്തിലോട്ട് പ്രവേശിക്കുകയാണ്. I want to say one more important thing here and then move on. അവിടെ എല്ലായിടത്തും ഇന്ന ആളുടെ മകൻ എന്ന് കാണുന്നുണ്ട്. Over here we over and over again we see this person's son. വായിക്കാം 4-ാമത്തെ അധ്യായത്തിന്റെ 13-ാം വാക്യം. Chapter 4 verse 13. 4:13. Therefore said I, in the lower places behind the wall and on the higher places, I even set the people after their families with their swords, their spears and their bows. ഈ പണി ചെയ്യുന്ന കാര്യത്തിൽ അവർ കുടുംബമായിട്ടാണ് പണി ചെയ്തത്. In terms of the work that they did, they worked together as families. കുടുംബജീവിതം എന്നുള്ളത് ഒരു ടീം വർക്കാണ്.
Family life it's a team effort, സഭ എന്ന് പറയുന്നതും കുടുംബങ്ങളുടെ സാന്നിധ്യമാണ്. and church is the grouping of different families coming together. ഇവിടെ ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. If you pay attention to the words here, ഇതൊന്ന് മനസ്സിലൊന്ന് പിക്ചറൈസ് ചെയ്യാൻ ശ്രമിച്ചോ. let's try and imagine this in our minds. ഇവിടെ പപ്പയും മമ്മിയും മതിൽ പണിതുകൊണ്ടിരിക്കുന്നു, പിള്ളാരും കൂടെ നിൽക്കുകയാണ്. Here the father and mother, they're working on the wall and their children are standing with them. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, കുടുംബമായി വാളുകളും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിന്നു. It very clearly says, I even set the people after their families with swords, spears and their bows. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പപ്പയും മമ്മിയും പണിയുമ്പോ ഈ പിള്ളേരെന്തോ ചെയ്യുന്നത്? So when the father and mother is working building, what are the children doing? പിള്ളേര് കുന്തവും വടിയൊക്കെ വെച്ച് പപ്പയെ പ്രൊട്ടക്ട് ചെയ്യാണ്, പപ്പയും മമ്മിയെയും. The children with their weapons, they're protecting their parents. മക്കളെ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല റിവാർഡ് എന്തെന്നറിയാമോ? Children, what is the biggest reward that you can give to your parents? ഈ ഫാദേഴ്സ് ഡേക്കും മദേഴ്സ് ഡേക്കും മറ്റേ പൂവും കൊണ്ടുകൊടുത്ത് ഐ ലവ് യു പറയുന്നല്ല. It's not just giving a card or a flower on Father's Day or Mother's Day. ജീവിത അവസാനം വരെ പാരന്റ്സിന്റെ കൂടെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് റിവാർഡ്. The best reward is being by their side throughout their life. ഈ പണി നടക്കുമ്പോൾ ഈ പാരന്റ്സിന് ഭയങ്കര സമാധാനമാണ്. കാരണം എന്താ? പിള്ളേർ കൂടെ ഉണ്ട്. When the work is happening, the parents find a lot of comfort because the children are with them. ഇത് പിള്ളേർ കുന്തവും വടിയായിട്ട് വേറെ എവിടെയെങ്കിലും പോവുകയാണ്. But today what happens is the children with their spears and swords, they go somewhere else. ചിലയിടത്ത് പിള്ളേർ പണിയും പപ്പയും മമ്മിയും കുന്തവും വടിയായിട്ട് വേറെ എവിടെയെങ്കിലും പോവുകയാണ്. At other places, the children are building, but their parents are with their weapons going somewhere else. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, പരിശുദ്ധാത്മാവിന് വേണമെങ്കിൽ ഈ പണി 52 ദിവസം കൊണ്ട് പണിത് തീർത്തു എന്ന് മാത്രം എഴുതിയാൽ മതി. The Holy Spirit could very well just completed this by saying they completed the work in 52 days. പക്ഷെ ഓരോ കുടുംബത്തിന്റെയും പേര് സഹിതം ദൈവം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അർത്ഥമുണ്ട്, ആശയമുണ്ട്. But if God is mentioning here every family by their name, there's a reason and meaning behind it. ഇനി എനിക്ക് എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, Now one thing that made me really happy, ഈ പണി തീർന്നു കഴിഞ്ഞാൽ ഈ മതിൽ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ കാണത്തുള്ളൂ. after the work is complete, when you look at the wall, it all looks the same. പണി ചാക്കോച്ചന്റെ കുടുംബം ചെയ്തോ പിന്നെ മത്തായച്ചന്റെ കുടുംബം ചെയ്തോ ഓരോന്നും അടുത്തടുത്താണ് ചെയ്തത്. പക്ഷെ പണി തീർന്നപ്പോ എല്ലാം ഒരുപോലെ തോന്നി. When the work is completed, it doesn't matter that Chaco or Matthew did a certain part. It all looks the same. ഞാൻ ചിന്തിക്കായിരുന്നു, ഇതെങ്ങാനും മലയാളികളാണ് പണി തരുന്നെങ്കിൽ. I think to myself, if Malayalis did this work, അത് തന്നെ പേരെഴുതിയിട്ട് വേണമെങ്കിൽ മറ്റേ പോസ്റ്റർ അടിച്ചു വെക്കും, ഞാനാണ് ഈ മതിൽ പണിതത്. they would have put their names on it or even a poster saying that our family completed this. ഈ ദൈവത്തിന്റെ സഭയിൽ നമുക്ക് നമ്മുടെ പേര് പറയേണ്ട വല്ല കാര്യമുണ്ടോ അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ക്രെഡിറ്റ് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഈ പണിയിൽ? In God's assembly, the work that happens, is there any point in trying to take credit to ourselves? ഈ കുടുംബങ്ങൾ ഇങ്ങനെ പണിയുമ്പോൾ ഇപ്പൊ എ കുടുംബത്തിനും ബി കുടുംബത്തിനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന അങ്ങ് ചിന്തിച്ചോ? While the work is happening, let's imagine a family A and B, there's an issue between them. അപ്പൊ ഈ പണി ചെയ്ത് വരുമ്പോഴത്തേക്കും ബിയുടെ മതിലിന്റെ അവിടെ എത്തുമ്പോൾ ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണും, ഒരു കുഞ്ഞു ഗ്യാപ്പ്. If as the work is happening, when A completes and where B starts, if there's an issue between both families, there will be a small gap in that wall. പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല മതിലാണ്, വലിയ മതിലാണ്. When you look at it from the outside, it's a big and a good wall. പക്ഷേ ഈ ചാക്കോ പണിത മതില് ഉദാഹരണം പറയാണ്, ഇവിടെ നിന്ന് ഇതുവരെ വന്നു, മത്തായച്ചന്റെ മതിൽ ഇതുവരെ വന്നു, പക്ഷെ തമ്മിൽ അടുപ്പമില്ല, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. But when you really pay attention, the wall that Chaco built and the one that Matthew built, there's a small gap in between over there. ആ പേരുകാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചോളണേ. If there's anyone by that name, please forgive me. അപ്പോ ഉടനെ തന്നെ എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യത? ഇതിന്റെ ബലം അങ്ങ് കുറയും ഈ മതിലിന്റെ, അല്ലേ? What then happens is the strength of this wall, it fails. എത്ര വലിയ മതിലായിരുന്നാലും ചെറിയൊരു തള്ളു കൊടുത്താൽ അത് താഴെ പോകും. However big the wall is, a small push, it could fall down. അപ്പൊ ദൈവം മൂപ്പന്മാരെയും ശുശ്രൂഷകന്മാരെയും സഭയിലാക്കി വെച്ചിരിക്കുന്നത് എന്തെന്നറിയാം? അവർ നെഹമ്യാവിനെ പോലെ ഇടയ്ക്ക് വന്നൊക്കെ നോക്കും, എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ ബ്രദർ അതൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യണേ, നിങ്ങൾ സന്തോഷം എന്ന് പറയും. So God has appointed elders to oversee this work, and if they walk around and see these small gaps, they tell them to reconcile and finish the issue. ഞാൻ പറഞ്ഞു വരുന്ന ഒന്നാമത്തെ ഗ്രൂപ്പ് മതിൽ പണിതു തീർത്തു. So the first group of people are those who started and completed the work. രണ്ടാമത്തെ ഗ്രൂപ്പ്, The second group, മൂന്നാമത്തെ അധ്യായത്തിന്റെ 5-ാം വാക്യം, chapter 3 verse 5.
The next section was prepared by the men of Tekoa, and their nobles would not put their shoulders to the work under their supervisors. രണ്ടാമത്തെ ഗ്രൂപ്പുകാര് കഴിവുണ്ട് പക്ഷെ ചുമൽ കൊടുത്തില്ല. The second group of people, they were able, but they didn't submit themselves. ഇത് കുടുംബത്തിലും സഭയിലും ഇത്തരം ഗ്രൂപ്പുകാരുണ്ട്. Even in church and family, there are these group of people. നമ്മുടെ കുടുംബത്തിൽ ഈ ഭാര്യ ഭർത്താക്കൾ, പ്രത്യേകിച്ച് ഈ ഭർത്താക്കന്മാർക്കാണോ ഭാര്യമാർക്കാണോ ഈ സ്നേഹിക്കാനുള്ള ആ കഴിവ് കൂടുതൽ? In a family, is it the husband or the wife that has more ability to love? ഭർത്താക്കന്മാർക്ക്. വെരി ഗുഡ്. ഭർത്താക്കന്മാർക്കാണ്, പുരുഷന്മാർക്കാണ്. It's to the husbands. ദൈവത്തിനാണോ മനുഷ്യനാണോ സ്നേഹിക്കാനുള്ള കഴിവ് കൂടുതൽ? ദൈവത്തിനാണ്, പിതാവാം ദൈവത്തിനാണ്. It's God the Father that is able to love more than compared to the humans. അപ്പോ പുരുഷന്റെ തല ക്രിസ്തു എന്ന് പറയുന്നതും പുരുഷനെ ആ രീതിയിൽ കാണുമ്പോഴും പുരുഷന്മാർക്കാണ് സ്നേഹിക്കാനുള്ള അപാര കഴിവ്. It is the men that has the immense ability to love. അതുകൊണ്ടാണ് ബൈബിളിൽ പ്രത്യേകം പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്നേഹിക്കുക എന്നുള്ളത്, ഭർത്താവിനെ. And that is why the command is to love for the husbands to love their wife. കഴിവുണ്ട് സ്നേഹിക്കാൻ, പക്ഷെ സ്നേഹിക്കുന്നുണ്ടോ? They have the ability to love, but do they do that? സ്നേഹിക്കുന്നുണ്ട്. They do. മനസ്സിലായി വരുന്നെന്ന് തോന്നുന്നു എല്ലാവർക്കും. ബൈബിളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്വന്തം ഭാര്യയെ സ്വന്തം ഭാര്യയെ സ്വന്തം ഭാര്യയെ. അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? In the Bible it says your wife. It's mentioned over and over again. കഴിവുണ്ട് പക്ഷെ സ്വന്തം ഭാര്യയെ സ്നേഹിക്കത്തില്ല, നാട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും പിന്നാലെ പോകുന്നു. They don't love their own wives, but they go behind everyone else in your background. ഈ ഭാര്യമാരുടെ കാര്യത്തിലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്വന്തം ഭർത്താവിന് കീഴടങ്ങുക. അതെന്താ ഈ സ്വന്തം എന്ന് എഴുതി വെച്ചിരിക്കാൻ കാരണം? Even about the wives it says submit to your husbands. ജോലി സ്ഥലത്ത് പോകുമ്പോൾ ബോസിനോ മുമ്പിലൊക്കെ ഭയങ്കര സബ്മിസീവ് ആണ്. Because when you go to work to their bosses, they are very submissive. അച്ചായന്റെ മുമ്പിലോ? How about in front of your husbands? കഴിവുണ്ട് പക്ഷെ ചെയ്യുന്നില്ല. They have the ability, but they won't do it. ഈ കല്യാണം കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ how were we when we first got married? ഭാര്യ എങ്ങാനും ഒരു ചുമച്ച് കഴിഞ്ഞാൽ ഉടനെ ഇപ്പൊ വിളിക്കണം, ഉടനെ തന്നെ ആശുപത്രി കൊണ്ടുപോകണം, ഭയങ്കര ആർത്തിയാണ്. If the wife even so has coughs, you immediately are panic, you're about to call 911. ഇപ്പോഴോ? How about now? ഇപ്പോഴെങ്ങനെയാണ്? How are you now? നീ വേണമെങ്കിൽ പൊക്കോ, നിനക്കറിയത്തില്ലേ ഡ്രൈവിംഗ്, നിനക്ക് കാറുണ്ട്, നിനക്കറിയാം എവിടെ പോകണമെന്ന്. Don't you know how to drive? Do you not know where to go? You can go by yourself. പണ്ട് അച്ചായൻ ഒരു ചുമച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം കൊണ്ടുവരും, കുടി 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 എന്ന് പറഞ്ഞിട്ട്. Back then when the husband coughs, the wife would come running with a glass of water, drink. ഇപ്പോഴോ? How about now? ഞാനൊരു വേലക്കാരിയാ. Am I your servant? നിങ്ങൾക്ക് എന്ത് വെള്ളം എടുത്തു കുടിച്ചുകൂടെ? Can't you take it by yourself? കൊച്ചിലെ പിള്ളേർ പപ്പയ്ക്ക് ഭയങ്കര ഉമ്മയും ഒക്കെ കൊടുത്തിട്ട് സ്കൂളിൽ പോകത്തുള്ളൂ. ഇപ്പോഴോ? In the old times, the children when they were young, they would kiss their fathers when they go to school, their parents. കഴിവുണ്ട് പക്ഷേ ചെയ്യുന്നില്ല. They have the ability, but they don't do so. ഈ ബൈബിളില് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു, അവിടെ ചെയ്യാത്തവന്റെ പേര് എഴുതി വെച്ചിരിക്കുകയാണ്. The Bible very clearly mentioned the group of people that did not do the work. സഭയിൽ പല കാര്യങ്ങൾ ചെയ്യാനുള്ള അപാര കഴിവ് നമുക്ക് പലർക്കുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. There are a lot of people in the church that have a lot of talents and ability to do things, but they don't do so. അത് അവർ ചെയ്തോട്ടെ, ഞങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടിട്ട് തിരിച്ചു വരും എല്ലാ ഞായറാഴ്ചയും. They think, oh, let others do it, we'll just go and see what's happening and come back. കഴിവുണ്ട് പക്ഷെ ചെയ്യുന്നില്ല. ദൈവം അത് എഴുതി വെക്കും. God very clearly writes that they have the ability, but they do not do so. മൂന്നാമത്തെ ഗ്രൂപ്പുകാരെ പെട്ടെന്ന് പറയാം. Let's look at the third group. നാലാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. Chapter 4 verse 1 and 2. But it came to pass that when Sanballat heard that we builded the wall, he was wroth and took a great indignation and mocked the Jews. And he spake before his brethren and the army of Samaria and said, what do these feeble Jews? Will they fortify themselves? Will they sacrifice? Will they make an end in a day? Will they revive the stones out of the heaps of the rubbish which are burned? മൂന്നാമത്തെ ഗ്രൂപ്പുകാര് അവര് ചെയ്യുന്നില്ല, പക്ഷെ മിണ്ടാതിരിക്കത്തില്ല, പിന്നെ കളിയാക്കുകയും ചെയ്യും. The fourth group of people, they do not do. Not only that, they also make fun of it. ഒന്നാമത്തെ ഗ്രൂപ്പ് പണി ചെയ്ത് തീർത്തു, രണ്ടാമത്തെ ഗ്രൂപ്പ് കഴിവുകൊണ്ട് ചെയ്തില്ല, മൂന്നാമത്തെ ഗ്രൂപ്പ് കളിയാക്കിക്കൊണ്ടേയിരിക്കും എപ്പോഴും.
The first group they started, they completed. The second group, they have the ability, but they do not do so. The third group, not only do they not do, they also make fun of it. ഈ കളിയാക്കൽ എന്ന് പറയുന്നത് ഒരു കലയായിട്ടാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. Many a times the ability to make a mock of things, you think of it as a talent. പക്ഷെ ഒരാളുടെ വ്യക്തിത്വത്തെ കളിയാക്കുന്നത് പാപമാണ്. Making fun of a person's personality is a sin. പ്രത്യേകം കുടുംബങ്ങൾ അത് ശ്രദ്ധിച്ചോണം. To pay very close attention to that in families. കുടുംബജീവിതത്തിൽ മക്കളുടെ മുമ്പിൽ വെച്ചോ അല്ലാതെ തമാശയ്ക്ക് പറയുന്ന കളിയാക്കലല്ല, പക്ഷെ ഒരാളെ കരയിപ്പിക്കുന്ന രീതിയിൽ, വ്യക്തിത്വത്തെ ഖനിക്കുന്ന രീതിയിൽ കളിയാക്കരുത്. In a manner that makes the other person cry, you shouldn't make fun of their personality. അച്ചായൻ ചിലപ്പോൾ മാസങ്ങളോളം തയ്യാറായിട്ടായിരിക്കും ഞായറാഴ്ച ഒരു ചിന്ത പറയാനായിട്ട് വന്ന് ചിന്ത പറയുന്നത്. Maybe the husband, after months of preparation, might come in the front to share an exhortation. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ അമ്മാമ്മ എന്തോ പറഞ്ഞ അവിടെ നിന്ന്. And after all of this, when you go home, the wife will say, "What did you really say?" മറ്റേ ബ്രദർ ഗ്രീക്ക് ഉൾപ്പെടെ പറഞ്ഞു, നിങ്ങൾ ഒരു ഇംഗ്ലീഷ് എങ്കിലും പറയണ്ടേ. The other brother even spoke through Greek. Couldn't you even at least speak in English? എടാ പുള്ളി 4 മണി മുതൽ കുത്തിയിരുന്ന് എഴുതി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത്. He since 4 o'clock has been writing and prepared, and he came and spoke. നമ്മൾ പലപ്പോഴും ഈ കളിയാക്കുമ്പോൾ അതിന്റെ ഗൗരവം ചിന്തിക്കത്തില്ല. Many a times when we make fun of things, we do not think about the seriousness. ഭർത്താക്കന്മാർ പറയട്ടെ, നിങ്ങളുടെ ഭാര്യമാരെ കളിയാക്കരുത്. To the husbands, let me say, do not make fun of your wife. ഈ കല്യാണം കഴിഞ്ഞ ഈ ക്യാരിയിങ് ആകുമ്പോൾ തന്നെ അവർക്കുണ്ടാകുന്ന മാനസിക സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. When they're carrying, we do not really understand their mental situation. We do not relate to them. ഓരോ മാസം അവർക്ക് ശാരീരികമായിട്ട് ഭയങ്കര ചേഞ്ച് ആണ് ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സമയമാകുമ്പോൾ. Every month they go through a lot of physical changes that is demanding. കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണങ്ങളെല്ലാം കഴിക്കാൻ പറ്റത്തില്ല, കുടിച്ചുകൊണ്ടിരുന്നതെല്ലാം കുടിക്കാൻ പറ്റുന്നില്ല. They cannot eat or drink what they usually do. പക്ഷെ ഭർത്താവ് ആ സമയത്ത് എന്തായിരിക്കും, ലഡുവും കൊടുത്ത് ഇനി ഞാൻ പപ്പയാകാൻ പോവുകയാണെന്നുള്ള ലഡുവും കൊടുത്ത് ഭയങ്കര അടിപൊളിയായിരിക്കും. But what do the husbands do? They feed them laddus and they celebrate because they're going to be fathers. എടാ ഇവിടെ ഈ സഹോദരി കിടന്ന് കഷ്ടപ്പെടുകയാണ്. The wife is struggling. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അണിയുന്ന വസ്ത്രങ്ങൾ ചിലപ്പം പാകമാകുന്നില്ല. After a while, the clothes that do not fit them anymore. പ്രസവിക്കുന്ന സമയമാകുമ്പോൾ സഹോദരിമാർ കടന്നു പോകുന്ന മാനസിക സ്ഥിതി പലപ്പോഴും ഭർത്താക്കന്മാർ മനസ്സിലാക്കാറില്ല. Many a times when they're about to go into delivery, they do not fully understand the mental condition of their wives. ഒരു എല്ലൊടിയുമ്പോഴുള്ള വേദന എത്രയാണോ അതിൻ്റെ 20 എല്ലുകൾ ഒടിയുമ്പോഴുള്ള വേദനയാണ് ഒരു ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ നേരിടുന്നത്. We understand the pain that we go through when we break a bone, but imagine 20 bones breaking. That is what they go through during labor. ആ വേദന എല്ലാം ഈ കുഞ്ഞിനെ കാണുമ്പോൾ മറന്ന് ഈ അമ്മ ആ കുഞ്ഞിന് ഉമ്മ കൊടുക്കും. And after seeing their child, after all of this, they forget all their pain and they embrace and kiss their child. അത്രയും പെയിൻ സഹിച്ചാലും ഈ സഹോദരി സന്തോഷത്തോടെ അടുത്ത ആളെയും പ്രസവിക്കാൻ തയ്യാറായിരിക്കും. After going through all that pain, this sister is willing to again give birth to another child. സഹോദരിമാർക്ക് പെയിൻ സഹിക്കാൻ പ്രത്യേക ഇത് പുരുഷന്മാരെക്കാൾ കൂടുതലുണ്ടെന്നാണ് കഴിവ്. What it means is the women have a special ability to endure pain more than their husbands. ആണുങ്ങളെങ്ങാനും പ്രസവിച്ചിരുന്നെങ്കിൽ, if the husbands were to give birth, ഒരൊറ്റ പ്രസവത്തോടെ ലോകം അവസാനിച്ചേനെ. with one birth the world would have ended. ഒരു തലവേദനയോ പല്ലുവേദനയോ വന്നു കഴിഞ്ഞാൽ വീടിനെ മറിച്ചു വയ്ക്കുകയാണ് പുരുഷന്മാർ. If they have a headache or a toothache, they completely turn the house upside down. പക്ഷെ നമ്മുടെ സഹോദരിമാർ ധാരാളം സഹിക്കുന്നുണ്ട്. But the women, they endure a lot. അതുകൊണ്ട് അവരെ കളിയാക്കരുത്. So do not make fun of them. ഭർത്താക്കന്മാരെയും സഹോദരിമാരെയും നിങ്ങൾ കളിയാക്കരുത്. Women, do not make fun of your husbands. ഈ പലപ്പോഴും സഹോദരിമാർ ചിന്തിക്കുന്നത് ഞങ്ങൾ കൂട്ടും സോട്ടറും ഒക്കെ ഇങ്ങനെ ഇട്ട് നടക്കുന്നുണ്ട് ഭയങ്കര ധൈര്യശാലികളെന്നാണ്. Many a times the women might think, oh, they dress up in a suit, they might be very brave. പക്ഷേ പുരുഷന്മാരും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ ഇരുന്ന് കരയും. But even men in their inner parts, they cry to themselves. അത് പക്ഷെ പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. They might not show that outwardly. അതുകൊണ്ട് സഹോദരിമാരെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം. So women, be very close to your husbands. സഭയിലും ഞാൻ പറയട്ടെ, സഹോദരന്മാരെ, ഒരു പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ ചാടിക്കയറി കളിയാക്കി ഇതിനെ ഇത് നടക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് പിന്മാറിക്കളായിരുന്നു, കൂടെ നിൽക്കണം. Men, let me say, when a new project happens in the assembly, do not make fun of it or say it won't happen, but you have to stand with it. ഈ പണി ചെയ്യുന്നതിൽ സഹകരിക്കാതെ കളിയാക്കിയവരുടെ പേരുൾപ്പെടെ ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. Oh, here the Spirit of God is writing very clearly those people who did not take part and made fun of what is happening. മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും.
Every word that comes out of your mouth, you are going to give an account for in front of God. അവസാനത്തെ ഗ്രൂപ്പിനെ കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. Let me start by pointing out the last group. 7-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. Chapter 7 and verse 2. That I gave my brother Hananiah, the ruler of the place, charge over Jerusalem, for he was a faithful man and feared God above many. അനേകര് പണി ചെയ്തു, തീർത്തു. A lot of people did the work and completed it. ചിലര് പ്രാപ്തിയുണ്ട് പക്ഷേ ചെയ്തില്ല. Some people, they had the ability but did not do so. ചിലര് കളിയാക്കിക്കൊണ്ടിരുന്നു. Some people made fun of it. പക്ഷെ ആ കൂട്ടത്തിൽ ദൈവം വിശ്വസ്തനായ ഒരു ഗ്രൂപ്പിനെ കണ്ടു. In that group, God sees a group of people that were faithful. ഹനന്യാവ് എന്ന് പറയുന്ന ആള് വളരെ വിശ്വസ്തനായിരുന്നു. The person Hananiah, he was very faithful. വിശ്വസ്തന്മാരുടെ എണ്ണം എടുത്തപ്പോൾ അതിൽ 1-2 പേരേ ഉള്ളൂ. When he looked at a group of faithful people, there were only 1 or 2. പണി തീർക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. There were a lot of people to do the work. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വിശ്വസ്തരാണോ സഭയിൽ? Dear brethren, are we faithful in church? നമ്മൾ കുടുംബജീവിതത്തിൽ വിശ്വസ്തരാണോ? Are we faithful in our family life? ഒരാൾ ഇങ്ങോട്ട് കളിയാക്കാൻ വന്നാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നത്? If someone tries to make fun of you, how do you respond? നമ്മൾ എന്തോ ചെയ്യും? What do we do? നമ്മളും തിരിച്ചു കളിയാക്കും അല്ലേ? We make fun of them back. ഈ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു. Christ died on the cross. ക്രൂശിൽ മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ പടയാളികൾ എന്തോ ചെയ്തു? To make sure that he died, what did the soldiers do? കുന്തം കൊണ്ട്. അപ്പൊ ഈ കുത്തിങ്ങനെ കിട്ടിയ ഉടനെ കർത്താവ് എന്തോ പറഞ്ഞു? The soldiers, they pierced him on his side, and as soon as they pierced him, what did Christ say? കർത്താവ് എന്തോ പറഞ്ഞു? നിങ്ങളെ പോലെ കർത്താവ് ഒന്നും പറഞ്ഞില്ല കർത്താവ്. കാരണം കർത്താവ് മരിച്ചു കിടക്കുകയല്ലേ, പിന്നെ എന്തോ പറയാൻ? He didn't say anything because he had died by then. ഒരാൾ ക്രിസ്തുവിൽ മരിച്ചു എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? എത്ര കുത്തു കിട്ടിയാലും മിണ്ടരുത്. What is a proof that a person has died in Christ? Is that they won't say anything back. നമ്മൾ ഡെയിലി ക്രിസ്തുവിൽ മരിച്ചിരിക്കുകയാണ്, ക്രൂശിൽ ഡെയിലി മരിക്കുകയാണ്. Every day we are dying on the cross with Christ. അപ്പൊ നമ്മളെ കുത്താൻ ഇങ്ങനെ പലരും ഇങ്ങനെ കുന്തവും കൊണ്ട് നടക്കും. And a lot of people will be around trying to poke us. നമ്മളിപ്പോ എന്തോ ചെയ്യുന്നേ? What do we do? അവൻ ഇങ്ങോട്ട് കുത്താൻ വരുമ്പോ നമ്മൾ 2 കുന്തവും വെച്ച് അങ്ങോട്ട് നിൽക്കുകയാണ്. നീ കുത്തട, ഞാനും കുത്തും. When they come to poke us, we have 2 spears trying to poke them back. അല്ലേ? നീ എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞു നോക്ക്, എന്റെ കയ്യിലുണ്ട് തെളിവ്, ഞാനും ഇപ്പൊ എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യും. If you say anything against me, I have also proof. I'll post it too. നമ്മൾ വിശ്വസ്തരാണോ പ്രതികരിക്കുന്ന കാര്യത്തിൽ? Are we faithful in the way we respond? ഇങ്ങോട്ട് കുത്താൻ വന്നു, പക്ഷെ ക്രിസ്തുവിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കുത്തു കിട്ടിയാലും കുഴപ്പമില്ല. But if we are dead in Christ, then whatever piercing we get, we do not respond back. ഭർത്താക്കന്മാരെ, ഭാര്യമാരെ കുടുംബജീവിതത്തിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താൻ നിൽക്കരുത്. Husbands and wives do not stab each other. സഭയിൽ നമ്മളും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി ഉടനെ തന്നെ തെളിവ് സഹിതം എങ്കിൽ പിന്നെ ഞാനും കാണിച്ചു തരാം, എനിക്കും അറിയാം നിന്നെ എന്നൊന്നും പറയാൻ നിൽക്കരുത്. അവർ പറഞ്ഞോട്ടെ. Even in the church, if people have things against you, do not try to attack them, but rather let them say whatever they want to say. ഹനന്യാവ് വിശ്വസ്തനായിരുന്നു. Hananiah, we see over here, was faithful. ഭർത്താക്കന്മാരെ, നമ്മൾ നമ്മുടെ ഭാര്യയോട് വിശ്വസ്തരാണോ? Husbands, are we faithful to our wives? ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ വിശ്വസ്തരാണോ? Wives, are you faithful to your husbands? മക്കളെ, നിങ്ങളുടെ ഭവനത്തിൽ വിശ്വസ്തരാണോ? Children, are you faithful in your houses? സഹോദരന്മാരെ, നമ്മുടെ സഭയോട് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസ്തരാണോ, അതോ വെറുതെ ഇങ്ങനെ സഭയിലെ ഒരു അംഗമായിട്ട് അങ്ങ് പോവുകയാണോ? Are we faithful to our churches, or are we just members that see things, merely spectate things? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. May the Lord help us to examine ourselves. കേട്ട വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. May the Lord bless us with hearing of His word.